Ancient Indian History, ലെക്ചർ നമ്പർ 1, ഡിഫറെൻറ്റ് ഏജസ്. ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് ആൻഡ് ചാൽക്കോലിത്തിക് ഏജ് ഡിസ്കസ് ചെയ്തിട്ട് IVC അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്ക് ഒരു വലിയ ലെങ്തി വീഡിയോസ് എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് എനിക്ക് എൻ്റേതായിട്ടുള്ള പെയ്ഡ് ബാച്ചസ് ഉള്ളത് കൊണ്ട് അവിടെയും ക്ലാസ് എടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ കുഞ്ഞു ഷോർട്ട് വീഡിയോസാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മീൻസ് റഫ്ലി 5 to 8 മിനിറ്റ്സ് ദീർഘമുള്ള വീഡിയോസായിട്ടായിരിക്കും ഞാൻ ചെയ്യുക. ഓരോ ടോപ്പിക്സ് ആയിരിക്കും എടുക്കുക. സോ ക്ലാസ് കണ്ട് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഇഫ് യു വിഷ് ടു ജോയിൻ ദ പെയ്ഡ് ബാച്ച് യു ക്യാൻ ജോയിൻ അവർ പെയ്ഡ് ബാച്ച്. ലൈക്ക് മന്ത്ലി 500 റുപ്പീസാണ് ഫീസായിട്ട് ആക്ച്വലി വരുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് അഡ്മിൻ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ, വിതൗട്ട് വേസ്റ്റിംഗ് എനി സിംഗിൾ ടൈം നമ്മൾ പാലിയോലിത്തിക് ഏജിലേക്ക് പോകും. ബട്ട് ബിഫോർ ദാറ്റ് എനിക്ക് കുറച്ച് കോൺസെപ്റ്റ് പറഞ്ഞു തരാനുണ്ട്. അത് പറഞ്ഞു തന്നതിന് ശേഷം നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഐ തിങ്ക് ദാറ്റ് വിൽ ബി ബെറ്റർ. എനിവേ, പ്രീ ഹിസ്റ്റോറിക് എറ, പ്രോട്ടോ ഹിസ്റ്റോറിക് എറ, ഹിസ്റ്റോറിക് എറ, ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതിൽ പ്രീ ഹിസ്റ്റോറിക് എറ എന്ന് ഉദ്ദേശിക്കുന്നത് നോ റിട്ടൺ എവിഡൻസ് ഒന്നും അവൈലബിൾ അല്ല. സോ റീഡിങ് ഈസ് നോട്ട് പോസിബിൾ. വെൻ ഇറ്റ് കംസ് ടു പ്രോട്ടോ ഹിസ്റ്റോറിക് എറ, റിട്ടൺ എവിഡൻസ് ഈസ് ദെയർ എന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് എന്താണെന്ന് പണ്ട് കാലത്ത് ആരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ റിട്ടൺ എവിഡൻസ് ഈസ് ദെയർ. ബട്ട് റീഡിങ് ഈസ് നോട്ട് പോസിബിൾ. അതിൻ്റെ റീസൺ എന്താ? അവരെഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഏത് ലാംഗ്വേജ് ആണെന്നുള്ളത് അവരോട് തന്നെ ചോദിക്കണം. നമുക്കൊരു മനുഷ്യനത് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ പ്രീ ഹിസ്റ്റോറിക്കൽ എന്ന് വെച്ചാൽ റിട്ടൺ എവിഡൻസും ഇല്ല, റീഡിങ്ങും പോസിബിൾ അല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഹണ്ടിങ് ഗ്യാതറിംഗ് ഒക്കെ ചെയ്ത് ജീവിച്ച സമയം. പ്രോട്ടോ ഹിസ്റ്റോറിക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ സിവിലൈസേഷൻസ് ഒക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ റിട്ടൺ എവിഡൻസ് ഉണ്ട്. അവർ ഏതൊക്കെയോ ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, പെയിൻറ്റിങ്സിലൂടെ അവരെന്തൊക്കെയോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഡീകോഡ് ചെയ്ത് വായിച്ചെടുക്കാൻ കഴിവുള്ള ഒരാളും ഇന്ന് ഇല്ല. ഹിസ്റ്റോറിക്കൽ എന്ന് വെച്ചാൽ റിട്ടൺ എവിഡൻസും അവിടെയുണ്ട്, റീഡിങ്ങും പോസിബിൾ ആണെന്ന് വെച്ചാൽ സംസ്കൃത്, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഓരോ ലാംഗ്വേജിലായിട്ട് നമ്മുടെ പാസ്റ്റ് എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാം. സോ നമ്മുടെ പാസ്റ്റ് ഇതാണെന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്നത് ഹിസ്റ്റോറിക്കൽ മാത്രമാണ്. കാരണം റിട്ടൺ എവിഡൻസും റീഡിങ് എവിഡൻസും ഉണ്ട്. വാസ്കോ ഡ ഗാമ വന്ന് കാലുകുത്തുന്നു, തിരിച്ചു പോകുന്നു, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നു, സോ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ത്രൂ ആണ് വരുന്നത്. സോ എക്സാക്ട്ലി എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്, റീഡിങ്ങും പോസിബിളാണ്. നമ്മുടെ ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്നത് അതാണ്. സോ പ്രീ ഹിസ്റ്റോറിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ പ്രീ ഹിസ്റ്റോറിക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ ഓൾഡ് സ്റ്റോൺ ഏജ്. അന്നത്തെ കാലത്ത് ആൾക്കാർ അമ്പും വില്ലും കല്ലൊക്കെ യൂസ് ചെയ്ത് ഹണ്ടും ഗ്യാദറൊക്കെ ചെയ്ത് ജീവിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ഒന്നും അറിയില്ല. റിട്ടൺ എവിഡൻസ് ഇല്ല, റീഡിങ്ങും പോസിബിൾ അല്ല. കിട്ടിയ ബോൺ റിമെയിൻസും അല്ലെങ്കിൽ സ്കള്ളും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് നമ്മൾ അവരുടെ പാസ്റ്റ് മനസ്സിലാക്കുന്നു ഹിസ്റ്റോറിയൻസ്. അത്രയേ ഉള്ളൂ. പ്രോട്ടോ ഹിസ്റ്റോറിക്കൽ എന്ന് വെച്ചാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്ന് വെച്ചാൽ അതൊരു വലിയ സിവിലൈസേഷനാണ്. അവരുടെ ലൈഫ് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, മേ ബി ആയിരിക്കാം. പക്ഷേ റിട്ടൺ എവിഡൻസും ഇല്ല, റീഡിങ്ങും പോസിബിൾ അല്ല. ഇതാണ് 3 കാര്യങ്ങൾ. ഇനി നമുക്ക് സ്റ്റോൺ ഏജിലേക്ക് പോവാം. സ്റ്റോൺ ഏജ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓൾഡ് സ്റ്റോൺ ഏജ്, പാലിയോലിത്തിക് ഏജ് ആണ് ഓൾഡ് സ്റ്റോൺ ഏജ്. പാലിയോ എന്ന് വെച്ചാൽ ഓൾഡ്, ലിത്തിക് എന്ന് വെച്ചാൽ സ്റ്റോൺ. അടുത്തത് മീസോലിത്തിക് ഏജ് ആണ് അടുത്തത്. മീസോ എന്ന് വെച്ചാൽ മിഡിൽ, ലിത്തിക് എന്ന് വെച്ചാൽ ആസ് ഐ സെഡ് സ്റ്റോൺ, മിഡിൽ സ്റ്റോൺ ഏജ്. നിയോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ നിയോ എന്ന് വെച്ചാൽ ന്യൂ, ലിത്തിക് എന്ന് വെച്ചാൽ സ്റ്റോൺ, നിയോലിത്തിക് ഏജ് ന്യൂ സ്റ്റോൺ ഏജ്. സോ സോറി, കുറച്ച് കഫ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മേ ബി സൗണ്ട് കുറച്ചൊന്നും ഇതാകുന്നുണ്ടാവും. സോ സോറി അബൌട്ട് ദാറ്റ്. എനിവേ, ഓൾഡ് സ്റ്റോൺ ഏജ്, പാലിയോലിത്തിക് ഏജ്, മിഡിൽ സ്റ്റോൺ ഏജ്, മീസോലിത്തിക് ഏജ്, ന്യൂ സ്റ്റോൺ ഏജ്, നിയോലിത്തിക് ഏജ്. ഒരു സ്റ്റോൺ ഏജ് കൂടെ ഉണ്ട്, കോപ്പർ സ്റ്റോൺ ഏജ്. വെച്ചാൽ കോപ്പർ ചാൽക്കോ, ലിത്തിക് സ്റ്റോൺ, ചാൽക്കോലിത്തിക് ഏജ്. ഇനി ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം.
പാലോലിത്തിക് ഏജ് വെച്ചാൽ ഹണ്ടിങ് ഗ്യാതറിങ്. അന്നത്തെ കാലത്ത് ആൾക്കാർ മൃഗങ്ങളെ ഹണ്ട് ചെയ്യുന്നു, ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ഗ്യാദർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകതകളൊന്നുമില്ല. മീസോലിത്തിക് ഏജ് വെച്ചാൽ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നു, കാട്ട് മൃഗങ്ങളെ വളർത്തു മൃഗങ്ങളാക്കി മാറ്റുന്നു. ഡോഗിനെ, വൈൽഡ് ഡോഗിനൊക്കെ എന്താ പറയുക, വളർത്തു നായക്കി മാറ്റി ഹണ്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നു. മീസോലിത്തിക് ഏജ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽ. നിയോലിത്തിക് ഏജ് വെച്ചാൽ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ പ്ലാന്റ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നു, ഫുഡ് പ്രൊഡ്യൂസേഴ്സായിട്ട് മാറുന്നു, ഇവർ മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ സിമ്പിൾ പറയുകയാണെങ്കിൽ ഇവർ അഗ്രികൾച്ചറൽ പ്രാക്ടീസസിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കോപ്പർ സ്റ്റോണേജ് വെച്ചാൽ ഡിസ്കവറി ഓഫ് കോപ്പർ. ഇതാണ് 4 സ്റ്റോണേജിന് ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ. സോ പ്രീ ഹിസ്റ്റോറിക് എറ, പ്രോട്ടോ ഹിസ്റ്റോറിക് എറ, ഹിസ്റ്റോറിക് എറ, ഓൾഡ് സ്റ്റോണേജ്, മിഡിൽ സ്റ്റോണേജ്, ന്യൂ സ്റ്റോണേജ്, കോപ്പർ സ്റ്റോണേജ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് PPT-യിലേക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം. നിങ്ങൾക്ക് എൻ്റെ വക 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നോട്ട് ചെയ്യണം. പ്ലസ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ജോയിൻ ചെയ്യുക. അഡ്മിൻ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. യു ക്യാൻ ജോയിൻ അവർ പെയ്ഡ് ബാച്ച്. 500 rupees മന്ത്ലി ഫീസ് ഉണ്ടാവുക. നമ്പർ 1 ക്വസ്റ്റ്യൻ, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് ഏത് ഏജിലാണ്? പാലോ, മീസോ, നിയോ, ചാൽക്കോ. ഡിസ്കവറി ഓഫ് കോപ്പർ ഡിസ്കവർ ചെയ്യുന്നത് ഏത് ഏജിലാണ്? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്, അഗ്രികൾച്ചറൽ പ്രാക്ടീസസിലേക്ക് ഇറങ്ങുന്നത് ഏത് ഏജിലാണ്? നമ്പർ 4 റിട്ടൺ എവിഡൻസ് ഉണ്ട്, റീഡിങ് ഈസ് നോട്ട് പോസിബിൾ, ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രീ ഹിസ്റ്റോറിക്കലാണോ, പ്രോട്ടോ ഹിസ്റ്റോറിക്കലാണോ, ഹിസ്റ്റോറിക്കലാണോ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇന്ന് എടുത്ത ക്ലാസ്സിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, ബട്ട് ഇതൊരു ബേസിക് ക്ലാസ്സാണ്. എന്ന് വെച്ചാൽ ബേസിക്സ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവലിലേക്ക് മൂവ് ചെയ്യാം. പക്ഷേ ബേസിക്സ് സ്ട്രോങ് അല്ലെങ്കിൽ യു വോണ്ട് ബി ഏബിൾ ടു മൂവ് ടു ദി അഡ്വാൻസ് ലെവൽ. സോ ഇന്നത്തെ ക്ലാസ് ബേസിക്സ് ആയിരുന്നു, പക്ഷേ ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അത്. എനിവേ വൈൻഡ് അപ്പ് ചെയ്യാണ് ക്ലാസ്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ.